വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് ഈ ടോപ്പിക്കിലെ അവസാനത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി ക്ലാസ്സുകൾ കാണാം. അതുപോലെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്താൽ മതിയാകും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റികളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് വോളിയത്തെ പറ്റിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നോട്ട് വേണമെന്നുള്ളത്, അതാ ഈ കാണുന്ന നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ടെലഗ്രാം ചാനലിൽ വേണം ജോയിൻ ചെയ്യാൻ. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാട്സാപ്പ് ചാനലിൽ വരുമ്പോൾ പ്രശ്നം, നിങ്ങൾ ജോയിൻ ചെയ്താൽ ആ ഗ്രൂപ്പിനകത്ത് സെർച്ച് ചെയ്താൽ ഒരിക്കലും നോട്ട് കാണാൻ ചാൻസ് ഇല്ല. നിങ്ങളവിടെ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരെങ്കിലും അത് കണ്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് വരെയുള്ള സമയം നിങ്ങൾക്ക് നഷ്ടമാവും. ബെറ്റർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതാണ്. ടെലഗ്രാമിലാവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയിട്ട് ഇഷ്ടമുള്ള നോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. 8ാം ക്ലാസ്സിലെ സയൻസും സോഷ്യൽ സയൻസും നോട്ടുകളും ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എന്താണ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തു, ഏത് വസ്തു ആയിക്കോട്ടെ, അത് ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലം വേണം അല്ലേ? അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കാൻ വേണ്ട സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോളിയം എന്ന് വിളിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഒക്കുപ്പൈസ്. അപ്പോൾ എന്താണ് വോളിയം ഓഫ് എൻ ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോളിയം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിവിടെ ബേസിക് ആയിട്ടുള്ളത് ഈ ഒരു ബോക്സ് ഇരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചോ. ഈ ഒരു ബോക്സ്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇരിക്കാൻ വേണ്ട സ്ഥലം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ലെങ്ത്തിനെയും അതിൻ്റെ ബ്രെഡ്ത്തിനെയും അതിൻ്റെ തിക്നെസ്സിനെയും തമ്മിൽ എന്ത് ചെയ്താൽ മതിയാകും? മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കുഞ്ഞു ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ വലിപ്പം 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇവിടെ 10 അതുപോലത്തെ ബോക്സ് ഉണ്ട്. ഈ മുകളിലേക്കും എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. തിക്നെസ് എന്ന് പറയുന്നതും 10 എണ്ണം ചേരുമ്പോഴാണ്. അപ്പോൾ ഇവിടുത്തെ വോളിയം എത്രയായിരിക്കും? ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു അതിൻ്റെ ബ്രെഡ്ത്ത് ഇൻറ്റു അതിൻ്റെ തിക്നെസ് ആയിരിക്കുമല്ലോ അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആയിരിക്കും അടുത്ത വോളിയം എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് നോക്കിയേ, ഒരെണ്ണത്തിൻ്റെത് 1 സെൻറ്റിമീറ്റർ. അങ്ങനത്തെ 10 എണ്ണം ആകുമ്പോൾ 10 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 10 ഇൻറ്റു അടുത്ത് ഈ പറയുന്ന മുകളിലോട്ടുള്ള ഒരു ബ്ലോക്ക്, ഒരു ഭാഗം 10, 1 സെൻറ്റിമീറ്റർ. അങ്ങനത്തെ 10 എണ്ണം. അപ്പോൾ എത്ര? 10 ഇൻറ്റു 1 10. അതുപോലെ തന്നെ തിക്നെസ്സും 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000 എന്ന് കിട്ടും അല്ലേ? 1000 എന്താ യൂണിറ്റ്? 1000 സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും തിക്നെസ്സിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് ആണ്. അപ്പോൾ നമുക്ക് കിട്ടും വോളിയം. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സെൻറ്റിമീറ്റർ ക്യൂബ് ഇവിടുത്തെ കേസാണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ക്യൂബാണ്. ഓക്കെ, വോളിയത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? മീറ്റർ ക്യൂബാണ്. അപ്പോൾ മീറ്റർ ക്യൂബ് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ സാധാരണ സാധനങ്ങൾ വോളിയം പറയുമ്പോൾ മറ്റൊരു യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. ആ യൂണിറ്റാണ് ലിറ്റർ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ വീട്ടിലത്തേക്ക് കുക്കിംഗ് ഓയിൽ വാങ്ങുന്നു അല്ലേ, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വാങ്ങുന്നു, നമ്മൾ ലിറ്ററിലാണ് പറയുന്നത്. പാല് നമ്മൾ ലിറ്ററിലാണ് പറയുന്നത്. അപ്പോൾ മെട്രിക് സമ്പ്രദായത്തിൽ വോളിയത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ലിറ്റർ എന്ന് പറയുന്നത്. അതിൽ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? 0.001 മീറ്റർ ക്യൂബിന് ഈക്വൽ ആയിരിക്കും. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001 മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1000 സെൻറ്റിമീറ്റർ ക്യൂബിന് ഈക്വലാണ്. എത്രയ്ക്ക് ഈക്വലാണ്? 1000 സെൻറ്റിമീറ്റർ ക്യൂബിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1000 മില്ലി ലിറ്റർ ചേരുമ്പോഴാണ് 1 ലിറ്റർ കിട്ടുന്നത്. ഇതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. സംഭവം വേറൊന്നുമില്ല, കൺഫ്യൂഷനൊന്നും വേണ്ട. SI യൂണിറ്റിൽ, സിസ്റ്റം ഇൻ്റർനാഷണൽ, വോളിയത്തെ അളക്കുന്ന യൂണിറ്റ് മീറ്റർ ക്യൂബ്. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും തിക്നെസ്സിനെയുമാണ് അളക്കുന്നത്. ഇത് മൂന്നും നീളത്തിൻ്റെ യൂണിറ്റുകളാണ്. അപ്പം നീളം ഇൻറ്റു നീളം ഇൻറ്റു നീളം. നീളത്തിൻ്റെ ലെങ്ത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ അല്ലേ? അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ ക്യൂബ് വന്നു. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ, സെൻറ്റിമീറ്റർ തന്നിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. പക്ഷേ അത് സ്റ്റാൻഡേർഡ് അല്ല. മീറ്റർ ക്യൂബാണ് കറക്റ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ മെട്രിക് സമ്പ്രദായത്തിൽ നമ്മൾ വോളിയത്തിന് ലിറ്റർ എന്നൊരു യൂണിറ്റും കൊടുക്കും. 1 ലിറ്റർ എന്ന് വെച്ചാൽ അത് എത്രയാണ്? 0.001 മീറ്റർ ക്യൂബിനോ അല്ലെങ്കിൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബിനോ അല്ലെങ്കിൽ 1000 മില്ലി ലിറ്ററിനോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എങ്കിൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ഡെൻസിറ്റിയിലേക്ക് പോകാം. എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റി മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം.
നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾ പോയിട്ട് 1 കിലോഗ്രാമിൻ്റെ കോട്ടൺ ഉണ്ടല്ലോ, പഞ്ഞി കോട്ടൺ, അതുപോലെ 1 കിലോഗ്രാമിന് ഇരുമ്പും കൂടെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും, 1 കിലോഗ്രാം ഇരുമ്പെന്ന് പറയുന്നത് ഈ ഒരു വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ 1 കിലോഗ്രാം കോട്ടൺ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും അല്ലേ. 1 കിലോഗ്രാം കോട്ടൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും. രണ്ടിൻ്റെ വെയിറ്റ് എത്ര തന്നെയാണ്? 1 കിലോഗ്രാം തന്നെയാണ്. അതിലടങ്ങിയിരിക്കുന്ന മാസും അപ്പോൾ എത്ര തന്നെയാണ്? 1 കിലോഗ്രാം മാസമാണ്. പക്ഷേ സ്പേസിൽ വ്യത്യാസം വന്നിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ നമുക്കത് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇരുമ്പെന്ന് പറയുന്ന വസ്തുവിൻ്റെ കുറച്ച് ഭാഗം എടുത്താൽ അതിൽ തന്നെ എന്തുണ്ട്? നല്ല രീതിയിൽ മാസമുണ്ട്. അതുകൊണ്ടല്ലേ കുറച്ച് അളവ് ചേർന്നപ്പോൾ തന്നെ നമുക്ക് 1 കിലോ കിട്ടിയത്. എന്നാൽ കോട്ടൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്തപ്പോൾ അവിടെയുള്ള മാസിൻ്റെ അളവെന്ന് പറയുന്നത് അല്ലേ, മാറ്ററിൻ്റെ അളവെന്ന് പറയുന്നത് അത്രത്തോളം ഇല്ല. എന്ന് വെച്ചാൽ ഇരുമ്പിൽ മാസിൻ്റെ അല്ലെങ്കിൽ മാറ്റർ അല്ലെങ്കിൽ മാസ് എന്താണെങ്കിൽ ചേർത്ത് അടുങ്ങി ചേർത്ത് വെച്ചേക്കുകയാണ്. കോട്ടണിലാണെങ്കിൽ അങ്ങനെ അല്ല, കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇത്രയേ ഉള്ളൂ. ഏതൊരു വസ്തുവിൻ്റെയും ഒരു ചെറിയ ഭാഗം നമ്മൾ എടുത്താൽ, ഏതൊരു വസ്തുവിൻ്റെയും ഒരു യൂണിറ്റ് വോളിയം നമ്മൾ എടുത്താൽ ഇതിനകത്ത് എത്ര മാസ് അടങ്ങിയിട്ടുണ്ട് എന്ന അളവിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ മറ്റൊന്നും ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു വസ്തുവിൻ്റെ മാസിനെ അതിൻ്റെ മൊത്തത്തിലുള്ള വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള മാസിൻ്റെ അളവ് കിട്ടും. ഈ യൂണിറ്റ് വോളിയത്തിലുള്ള മാസിൻ്റെ അളവിനെയാണ് നമ്മൾ ഫിസിക്സിൽ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. അപ്പോൾ ഡെൻസിറ്റി കിട്ടാൻ മാസ് ബൈ വോളിയം, അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഡെൻസിറ്റി. അപ്പോൾ ഐഡിയ മനസ്സിലായോ? ഒരു വസ്തുവിൻ്റെ ഒരു യൂണിറ്റ് വോളിയം എടുത്താൽ അതിലെത്ര മാസ് ഉണ്ട്. കോട്ടണെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള മാസിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ആരെക്കാളും? ആ എണ്ണക്കാളും. അപ്പോൾ നമ്മൾ പറയും ഇരുമ്പിനാണ് ഡെൻസിറ്റി കൂടുതൽ, കോട്ടണാണ് ഡെൻസിറ്റി കുറവെന്ന് പറയും. കാരണം ഒരു ചെറിയ ഭാഗം എടുക്കുമ്പോൾ ഉണ്ട്. ഇനി ഇത് വേറൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു വസ്തു എടുത്താൽ അതിനകത്ത് എത്രത്തോളം പാർട്ടിക്കിൾസ് ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ 2 പടം വരച്ചു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ പടത്തിനകത്ത് കൂടുതൽ സാധനങ്ങൾ ഇരിപ്പുണ്ട്, രണ്ടാമത്തെ പടത്തിനകത്ത്. ഒന്നാമത്തെ പടത്തിനകത്ത് കൂടുതൽ സാധനങ്ങളുണ്ട്, രണ്ടാമത്തേൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഡെൻസിറ്റി കൂടുതലും രണ്ടാമത്തിൻ്റെ ഡെൻസിറ്റി എന്താണ്? കുറവുമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റത്തില്ലേ? ഇത് തന്നെയാണ്. നമ്മളത് യൂണിറ്റ് വോളിയം എടുക്കുന്നു എന്നേ ഉള്ളൂ, സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഒന്ന് പറയാൻ ശ്രമിച്ചേ. എന്നാൽ ഡെൻസിറ്റിയുടെ ഫോർമുലയിൽ നിന്ന് നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഡെൻസിറ്റിയുടെ ഫോർമുല എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് അല്ലേ. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ബൈ വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പോൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. എന്തായിരിക്കും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം ഇസ് കോൾഡ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സെറ്റാണ്. ഈ ഉദാഹരണത്തിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഞാൻ കോട്ടൺ ഇരുമ്പ് വെച്ച് പറഞ്ഞു തന്നത്. സെറ്റാണല്ലോ. ഈ പോയിന്റുകളൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം, എത്രത്തോളം പാക്കിംഗ് ആണല്ലോ, എത്രത്തോളം ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്, യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ എന്താണ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇവിടെ ഒബ്സർവേഷനും ഞാൻ എക്സ്പെരിമെൻറ്റിൻ്റെ തന്നിട്ടുണ്ട്. ഇത് പറയുന്നതോടുകൂടി നമുക്ക് പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റികൾ കഴിയുകയാണ്. നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്, ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ. അപ്പോൾ നമുക്കറിയാം ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ അളക്കാൻ ഒരുപാട് യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് യൂണിറ്റുകളുണ്ട്, പല രാജ്യത്ത് പലതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകുമല്ലോ, ആകും. അങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാകുമോ? ഇല്ല. നമുക്ക് രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? കാര്യങ്ങൾ, സാധനങ്ങളും സേവനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ നിന്നിട്ട് അടിയിലാണ് ലെങ്ത് പറയുന്നത്, സായിപ്പ് അവിടെ നിന്നിട്ട് മീറ്ററിലാണ് പറയുന്നതെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകുമെന്നുള്ളത് കൊണ്ട് ലോകരാജ്യങ്ങളിലെ എല്ലാ മെയിൻ ആൾക്കാരും കൂടെ കൂടി വരുന്ന ഒരു തീരുമാനം എടുത്തു. ഇനി മുതൽ നമ്മളെല്ലാവരും വസ്തുക്കളെ അളക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ ആയിരിക്കണം. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടണ്ടേ? അപ്പോൾ ഒരു മീറ്റിംഗ് നടക്കണം. എവിടെയാണ് മീറ്റിംഗ് നടന്നത്? പാരീസിലാണ് നടന്നത്. വർഷം 1960. അപ്പോൾ 1960 ഒരു കോൺഫറൻസ് നടക്കുന്നു പാരീസിൽ. ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വന്നു. അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അഥവാ SI യൂണിറ്റുകൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? സെറ്റാക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു
ലോകത്ത് പ്രധാനമായിട്ടും രണ്ട് തരം ക്വാണ്ടിറ്റികളാണ് ഉള്ളത്. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും മറ്റൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും എന്നിങ്ങനെ രണ്ട് തരം ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഏത് ക്വാണ്ടിറ്റികളാണോ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്ത് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എന്ന് വെച്ചാൽ ഫോർമുല ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തും ഫോർമുലയിൽ കൊടുത്തും കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഇനി മുതൽ അളക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ടാക്കണം. അങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ അന്ന് ആ കോൺഫറൻസ് തീരുമാനിക്കുകയും ഈ 7 ക്വാണ്ടിറ്റിക്കും വേണ്ടിയിട്ട് 7 യൂണിറ്റുകൾ സെറ്റ് ചെയ്യുകയും ചെയ്തു. അവയാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആർ ദ യൂണിറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അളക്കുന്ന യൂണിറ്റുകളാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഏതൊക്കെയാണ്? ഒന്ന് മാസ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതിനെ അളക്കേണ്ടത് മീറ്ററിലാണ്. മാസ് അളക്കേണ്ടത് കിലോഗ്രാമിലാണ്. ടൈം അളക്കേണ്ടത് സെക്കൻഡിലാണ്. ടെമ്പറേച്ചർ അളക്കേണ്ടത് കെൽവിനിലാണ്. ഇതൊന്നും നമുക്ക് അത്ര വശമുള്ള ക്വാണ്ടിറ്റികളല്ല അല്ലേ. ബാക്കി ആദ്യം 3 നമുക്ക് ഓക്കെയാണ്. ഇലക്ട്രിക് കറണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല. ഐ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇലക്ട്രിസിറ്റി പഠിക്കും, അത് അളക്കേണ്ടത് ആംപിയറിലാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും, അത് അളക്കേണ്ടത് മോളിലാണ്, MOL. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഥവാ ലൂമിനസ് ഇൻറ്റൻസിറ്റി അളക്കേണ്ടത് കാൻഡ്ല എന്ന് പറയുന്ന യൂണിറ്റാണ്, അതിനാണ് CD എന്ന് കാണിച്ചേക്കുന്നത്. അങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ നമ്മൾ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് 7 യൂണിറ്റുകളും തീരുമാനിച്ചു. ഒന്ന് പറഞ്ഞേ, ലെങ്ത് മീറ്റർ M, മാസ് കിലോഗ്രാം kg, ടൈം സെക്കൻഡ് തന്നെയാണ് യൂണിറ്റ്, ടെമ്പറേച്ചർ കെൽവിൻ K എന്ന് കാണിക്കും, ഇലക്ട്രിക് കറണ്ട് ആംപിയർ A എന്ന് ഡിനോട്ട് ചെയ്യും, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള് MOL എന്ന് ഡിനോട്ട് ചെയ്യും, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല CD എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെ 7 ക്വാണ്ടിറ്റികൾ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് SI യൂണിറ്റുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റുകളുടെ പ്രത്യേകത? ഇത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, അത് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എന്തായിരിക്കും, ഈ ക്വാണ്ടിറ്റികളെ മറ്റു ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ മറ്റു ക്വാണ്ടിറ്റികളെ ഇത് വെച്ച് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവരെ ഫണ്ടമെൻ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ലെങ്ത് ഉണ്ട്, അതുപോലെ മാസ് ഉണ്ട്, ടൈമുണ്ട്. പിന്നെ ഏതൊക്കെ വരുന്നത്? ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, ടൈം വരുന്നുണ്ട്. പിന്നെ വരുന്നത് ടെമ്പറേച്ചർ വരുന്നുണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് വരുന്നുണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ എന്താണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും വരുന്നുണ്ട് അല്ലേ. ലൈറ്റ് ലെങ്ത് ആണെങ്കിൽ നമ്മൾ അളക്കേണ്ട മീറ്ററിൽ, മാസ് അളക്കേണ്ടത് കിലോഗ്രാമിൽ, ടൈം അളക്കേണ്ടത് സെക്കൻഡിൽ, ടെമ്പറേച്ചർ കെൽവിനിൽ, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ആംപിയറിൽ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണെങ്കിൽ കാൻഡിലയിൽ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അളക്കേണ്ടത് എന്തിലാണ്? മോളിലാണ്. അങ്ങനെ 7 എണ്ണം സെറ്റ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ഈ ഡിറൈവ്ഡ് എന്ന് വെച്ചാൽ? സിമ്പിളാണ്. അതായത് കണ്ടോ, ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. കാരണം നമുക്കറിയാം ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലെങ്തിനെ ബ്രെഡ്ത്തിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഏരിയ കിട്ടുന്നത്. പക്ഷേ ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളത്തെ പറ്റിയാണ് പറയുന്നത്, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ നീളത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ അളക്കുന്നത് എന്തിലാണ്? മീറ്ററിലാണ്. അപ്പോൾ യൂണിറ്റ് എന്ന് വെച്ചാൽ മീറ്റർ ഇൻറ്റു മീറ്റർ എന്തെന്ന് വരും? മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ മീറ്റർ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ വരുന്നതല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ചേർന്ന് വരുന്നതാണ് എന്ത്? ഡിറൈവ്ഡ്. അങ്ങനെയുള്ള യൂണിറ്റുകളെ വിളിക്കുന്ന പേര് ഡിറൈവ്ഡ് യൂണിറ്റ്. ഇവിടെ വോളിയം നോക്കിയേ. വോളിയം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്, രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. അവിടെയും മീറ്റർ ഇൻറ്റു മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ ക്യൂബ് എന്ന് വരും. കാരണം ലെങ്ത് അളക്കുന്നത് മീറ്റർ ഞാൻ വോളിയം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നതാണ് അല്ലേ. അപ്പോൾ അത് സെറ്റാണ്. ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു, ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് അല്ലെങ്കിൽ ഫോർമുല എന്താണ്? മാസ് ബൈ വോളിയം. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ്. അപ്പോൾ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. ഇത്തരം യൂണിറ്റുകളാണ് നമ്മൾ ഡിറൈവ്ഡ് എന്ന് വിളിക്കുന്നത്, ഫണ്ടമെൻ്റലിൽ നിന്ന് കിട്ടുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ് ആർ ദ യൂണിറ്റ് ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓർ ഡിപ്പെൻഡ് ഓൺ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്. സെറ്റാണ്. തീർന്നു, ചാപ്റ്റർ തീർന്നു. ഏതാണ് ഇനി സിമ്പിൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇങ്ങനെയുള്ള യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, യൂണിറ്റ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ കൊടുക്കേണ്ടത്? നോക്കിയേ, സ്മോൾ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. കണ്ടീഷനുണ്ട്, എപ്പോഴും സ്മോൾ ലെറ്റർ അല്ല, എങ്കിലും ആരുടെയെങ്കിലും പേരല്ലാത്ത യൂണിറ്റുകളൊക്കെ നമ്മൾ സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. അതായത് കിലോഗ്രാമിൽ ഒരിക്കലും നമ്മൾ kg എന്ന് എഴുതാൻ പാടില്ല, സ്മോൾ k ഇൻറ്റു സ്മോൾ g എന്നേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? എഴുതാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ യൂണിറ്റിൽ റൂൾസ് എന്ന് പറയുന്നത്, നമുക്ക് ആ റൂൾസ് ഓരോന്നായിട്ട് നോക്കാം. നോക്കിയേ, കണ്ടോ, ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എഴുതാൻ പാടില്ല. രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ,
KGS എന്ന് വെച്ചാൽ കിലോഗ്രാംസ് പ്ലൂറൽ. ഇവിടെ ഒരിക്കലും പ്ലൂറൽ ഒന്നും ആഡ് ചെയ്യേണ്ട പാടില്ല. കിലോഗ്രാം ആണെങ്കിൽ kg മാത്രം മതി. എന്ത് വേണ്ട? കിലോഗ്രാംസ് വേണ്ട, അല്ല സിംഗുലറും പ്ലൂറലും ഒന്നും യൂണിറ്റിലില്ല, അത് മാത്രം എഴുതിയാൽ മതി. ഇവിടെ കണ്ടോ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് 1.5 kg. കണ്ടോ ഇങ്ങനെ എഴുതിക്കൂടാ. നമ്മൾ 1.5 kg എഴുതുമ്പോൾ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ യൂണിറ്റ് എഴുതാനായിട്ട്. ഈ അക്കത്തോട് ചേർത്ത് നമ്മൾ എഴുതി വെക്കരുത്, കുറച്ച് സ്പേസ് കൊടുത്ത് വേണം എന്ത് ചെയ്യാൻ, യൂണിറ്റ് എഴുതാൻ. ഇവിടെ കണ്ടോ കിലോഗ്രാം മീറ്റർ പെർ മീറ്റർ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ കിലോഗ്രാം പെർ മീറ്റർ എന്ന് എഴുതിയാൽ മതിയാവും. ഒരു യൂണിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങ് റിപ്പീറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന് മീറ്റർ അത് വോളിയം ആയിരുന്നെങ്കിൽ അവിടെ മീറ്റർ ക്യൂബ് ഒന്ന് കൊടുക്കണം, അല്ലാതെ ഒരിക്കലും മീറ്റർ എന്ന രീതിക്ക് കൊടുക്കരുത്. അടുത്ത് കണ്ടോ സിമ്പൽ യൂണിറ്റ് കണ്ടോ, ഇവിടെ കണ്ടോ 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ അങ്ങനെ കൊടുക്കരുത്. ക്യൂബിക് മീറ്റർ വേറെ, കിലോഗ്രാം വേറെ. കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കണം, മീറ്റർ ക്യൂബ് എന്നങ്ങ് കൊടുത്താൽ മതി. അല്ലാതെ യൂണിറ്റും എഴുതി അവിടെ ആ ക്വാണ്ടിറ്റിയുടെ പേരും എഴുതുന്ന പരിപാടി തെറ്റാണ്. 1000 കിലോഗ്രാം ഇതും തെറ്റാണ്. നമ്മൾ അങ്ങനെ എഴുതുമ്പോഴത്തേക്കും എല്ലാത്തിനും ഒറ്റ യൂണിറ്റ് കൊണ്ടുവരണം. അതായത് 1 കിലോഗ്രാം പിന്നെ 500 ഗ്രാം എന്ന് എഴുതുന്നതിനേക്കാളും 1.5 കിലോഗ്രാം എന്നോ അല്ലെങ്കിൽ 1500 ഗ്രാം എന്നോ എഴുതുക. രണ്ടിനെയും കൂടി ഒരേ ക്വാണ്ടിറ്റിയുടെ 2 യൂണിറ്റിനെ മിക്സ് ചെയ്ത് ഒരിക്കലും എഴുതാൻ പാടില്ല. ഇവിടെ കണ്ടോ 273 കെൽവിൻ 250 മീറ്റർ. ഓക്കെ, യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വൈൽ റൈറ്റിംഗ് ദ നെയിം ഓഫ് ദ യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ സിമ്പിൾ. അതായത് ഞാൻ 1 കെൽവിൻ എന്ന് എഴുതി കഴിഞ്ഞാൽ കെയും എന്തായിരിക്കണം, സ്മോൾ ലെറ്റർ ആയിരിക്കണം. 1 കെൽവിൻ. അതുപോലെ 1 മീറ്റർ എന്ന് എഴുതുമ്പോൾ സ്മോൾ METER എഴുതണം, ക്യാപിറ്റൽ M കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ക്യാപിറ്റൽ എവിടെ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. കണ്ടോ ഏതെങ്കിലും സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്ന് വന്ന യൂണിറ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. എന്താണ്? ന്യൂട്ടൺ ഒരു സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് അവിടെ ന്യൂട്ടൺ നമ്മൾ സ്മോൾ അല്ല കൊടുക്കേണ്ടത്, എന്താ കൊടുക്കേണ്ടത്, ക്യാപിറ്റൽ. അല്ലാത്തടത്തൊക്കെ നമ്മൾ സ്മോൾ ലെറ്ററേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. മാത്രമല്ല നമ്മൾ എഴുതി കഴിഞ്ഞതിന് ഇടയിലായിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ കുത്ത് കോമ കാര്യങ്ങളൊന്നും ഒരിക്കലും യൂണിറ്റ് എഴുതി കഴിയുമ്പോൾ കൊടുക്കരുത്. ഇതാണ് കറക്റ്റ്. 60 സെൻറ്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക്, അതായത് 60 സെൻറ്റിമീറ്റർ ഡോട്ട് ഈസ് ദ ലൈൻ. അങ്ങനെ ആവശ്യമില്ലാത്തത് ഫുൾ സ്റ്റോപ്പ് കോമയൊന്നും യൂണിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. ഇനി ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് നോക്കിയേ 2 യൂണിറ്റുകൾ ചേർന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫോഴ്സും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ന്യൂട്ടൺ മീറ്റർ വരുന്നത്. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്ടണ് ശേഷം വേണമെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ന്യൂട്ടൺ കഴിഞ്ഞ് കുറച്ച് സ്പേസ് കൊടുത്തിട്ട് മീറ്റർ എന്ന് എഴുതാം. എങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ന്യൂട്ടൺ മീറ്റർ ഒരുമിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, സോറി ജലദോഷമാണ്. ഓക്കെ, അപ്പോൾ നോക്കിയോ, അപ്പോൾ ഇതാണെന്തെന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ എനർജിയുടെ യൂണിറ്റ് ആണ്. എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് മീറ്ററുമാണ്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഇതുപോലെ കുറച്ച് സ്പേസ് കൊടുത്ത് വേണം എഴുതാൻ, അല്ലാതെ എങ്ങനെ എഴുതരുത്, ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുക. കാരണം ഇത് രണ്ടും 2 ക്വാണ്ടിറ്റി ആണല്ലോ. ഫോർമുല വന്നുകൊണ്ട് ഒരുമിച്ച് വന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എഴുതുമ്പോഴത്തേക്കും ഇപ്പോൾ kg എന്ന് വെച്ചാൽ കിലോഗ്രാമിനെ പറയുന്നത്, അപ്പോൾ kg അടുത്തടുത്ത് എഴുതാം. പക്ഷേ ഈ പറയുന്ന ന്യൂട്ടൺ മീറ്റർ ഇങ്ങനെ അടുത്തടുത്ത് എഴുതുക, കാരണം ന്യൂട്ടൺ വേറൊരു യൂണിറ്റാണ്, മീറ്റർ വേറൊന്നാണ്. സോ സ്പേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുകയോ ചെയ്യാം. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇതിനൊന്നും ഒരുപാട് അങ്ങനെ സ്ട്രെസ് ചെയ്ത് കാണാതെ പഠിക്കേണ്ട. എഴുതുമ്പോൾ ഒന്ന് ബേസിക് ഐഡിയ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതിയാകും. കാരണം ഇനി അങ്ങോട്ടുള്ള സമയത്ത് ആവശ്യമാണ്. തീർന്നു. ലാസ്റ്റ് ടോപ്പിക്ക് ലെങ്ത് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു വസ്തു ഒരു ഉപകരണം വെച്ച് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേര് ലീസ്റ്റ് കൗണ്ട് എന്നാണ്. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു സ്കെയിൽ ഞാനെടുത്തെ. ഈ സ്കെയിൽ എനിക്ക് ഏറ്റവും മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. ആണോ അല്ലേ? കാരണം വലിയ 2 വരകൾക്കിടയിൽ 10 മില്ലിമീറ്റർ. അപ്പോൾ ഒരു വരയും അടുത്ത ചെറിയ വരയ്ക്കും ഇടയിലുള്ളത് എത്രയാണ്, 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഈ ഉപകരണം കൊണ്ട് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ 1 മില്ലിമീറ്റർ, അല്ലെങ്കിൽ എന്താണ് 0.1 സെൻറ്റിമീറ്റർ എന്നും പറയും അല്ലേ. അപ്പോൾ ഈ വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഉപകരണം വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് അളക്കുന്നു അതനുസരിച്ചുള്ള ഉപകരണം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ചെറിയ മെഷർമെൻ്റ് ഒക്കെ എടുക്കും നമ്മൾ സ്കെയിലിന് വരും. പിന്നെ വെർനിയർ കാലിപ്പർ അതുപോലെ സ്ക്രൂ ഗേജ് എന്നൊക്കെ പറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കും. പിന്നെ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കും. അതെന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ലീസ്റ്റ് കൊണ്ട് കുറച്ചുകൂടി ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ. ഇനി പേപ്പറിൻ്റെ തിക്നെസ് മെഷർ ചെയ്യാം. ഒരു പേപ്പറിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. നമ്മളതിലുള്ളത് സ്കെയിലാണ്. സ്കെയിലിലാകെ അളക്കാൻ പറ്റുന്നത് 1 മില്ലിമീറ്റർ ആണ് നമുക്ക് അളക്കാൻ പറ്റുന്നത് ഏറ്റവും ചെറിയ വാല്യൂ. പക്ഷേ ഒരു പേപ്പറിൻ്റെ തിക്നെസ് 1 മില്ലിമീറ്ററിനേക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഈ പേപ്പറിനെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇവിടെ എത്ര പേപ്പർ ഉണ്ട് എന്നുള്ള എണ്ണം നമ്പർ നമ്മൾ എടുത്ത് വയ്ക്കുക. ഇത് നിങ്ങൾക്ക് തന്നെ ലോജിക്കലി അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഈ മൊത്തം നീളം എടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ മൊത്തം 10 പേപ്പറുണ്ട്. മൊത്തം നീളം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേപ്പറിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 10 സെൻറ്റിമീറ്റർ ബൈ 10 എന്ന എണ്ണം = 1 സെൻറ്റിമീറ്റർ ആയിരിക്കും സാറേ എന്ന് പറയൂലേ. 10 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിൻ്റെ മൊത്തം ലെങ്ത് നമുക്കറിയാം. എങ്കിൽ ഒന്നിൻ്റെ ചോദിച്ചാൽ ആ മൊത്തം ലെങ്തിനെ ഈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, അത്രയേ ഉള്ളൂ. തിക്നെസ് ഓഫ് ദ സ്റ്റോക്കിനെ നമ്മൾ നമ്പർ ഓഫ് പേപ്പറും ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ പേപ്പറിൻ്റെ ലെങ്ത് കിട്ടും. ഇത്രയേ ഉള്ളൂ ലോജിക്ക്. അതായത് നമുക്ക് എണ്ണം അല്ലേ, കുറേ എണ്ണം തന്നിട്ടുണ്ട്, ഒന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചു. പക്ഷേ ഒന്ന് മാത്രമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിനെ എടുത്തിട്ട് അതിൻ്റെ മൊത്തത്തിൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. മൊത്തം ടോട്ടൽ ബൈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻഡിവിജ്വലിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അളവ് ടോട്ടൽ ബൈ എണ്ണം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരാളുടെ വാല്യൂ കിട്ടും. അതാണ് ഞാനിവിടെ പറയുന്നത്. ഇതേ കാര്യമാണ് ജാറിൽ പറയുന്നത്. ഈ ഒരു കല്ലിൻ്റെ ഡെൻസിറ്റി അളക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട. ഓക്കെ, ഈ കല്ലിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ കല്ലിൻ്റെ വോളിയം അളക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ആദ്യം നമ്മൾ വെള്ളം എടുക്കുക. എന്നിട്ട് ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്നുള്ളത് നോക്കുക. എന്നിട്ട് ഈ കല്ല് മുക്കുക. അപ്പോൾ ഈ പറയുന്ന അളവ് കൂടിക്കാണുമല്ലോ അല്ലേ. നമുക്ക് ലോജിക്കല്ലേ, കല്ല് മുക്കുമ്പോൾ എന്ത് പറ്റും, അളവ് കൂടും. അപ്പോൾ ഈ കൂടിയത് എത്രയാണോ അത്രയും വോളിയമാണ് ഇതിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ, സിമ്പിൾ ലോജിക്കല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ വാട്ടർ ലെവലും നമ്മൾ ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ സമയം അളക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പെൻഡുലത്തിൽ നമ്മൾ ആട്ടി വിടുകയാണ്. ഓക്കെ, ഇത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആവുന്നത്. അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ആദ്യം വരുന്ന പൊസിഷനിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര തവണ ഓസിലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ എടുക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഒരു തവണ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ എത്ര സമയം എടുക്കും. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ഓസിലേഷൻ നമ്മൾ അളക്കും. ഒരു 10 ഓസിലേഷൻ അളക്കാൻ എത്ര സമയം വേണമെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു ഓസിലേഷൻ അളക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതായത് 10 തവണ എടുക്കാൻ 10 തവണ ഇത് വരാൻ എടുക്കുന്ന സമയം ബൈ എന്താണ്, എണ്ണം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന മെഷറും കിട്ടും. സിമ്പിൾ അല്ലേ. ഇതൊക്കെ പ്രത്യേകിച്ചിട്ട് പഠിപ്പിച്ചിടേണ്ട കാര്യമുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ്. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.